എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ഇഞ്ചി പറിച്ചെടുക്കാം. നമുക്ക് ഇഞ്ചി തീർന്നു കറിക്കുള്ള. അപ്പോൾ ഇഞ്ചി പറിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇത് നട്ട് വെച്ചതല്ല കേട്ടോ. കഴിഞ്ഞ വർഷം എങ്ങനെയോ ചെറിയൊരു കഷ്ണം കിടന്നിട്ട് ഒരു ചുവടായിട്ട് കിളുത്ത് കയറിയതാണ്. കിളുത്ത് കയറിയിട്ട് അതിപ്പോൾ ഇങ്ങനെ 2-3 മാറി കിളുത്ത് നിൽപ്പുണ്ട്. നമുക്കൊന്ന് പറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. നമ്മളൊരു വളവും പോലും ചെയ്യാത്തതാണ്. ഉണ്ട് കേട്ടോ, കണ്ടോ, സാധനം ഉണ്ട്. അയ്യോ, അവിടെ ഉണ്ടായിരുന്നേ, ഞാൻ വെട്ടി ഇപ്പം നശിപ്പിച്ച് കളഞ്ഞേനെ. അപ്പം അത്യാവശ്യം ഇഞ്ചി ഉണ്ടെന്ന് തോന്നണം കേട്ടോ. കണ്ടപ്പോൾ തന്നെ വലിയൊരു സന്തോഷം. ഇതൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ, അതായത് നടാനൊക്കെ ഒരു സന്തോഷവും ഇതൊക്കെ തോന്നുമല്ലോ. നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറിച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചത്. ചെറുതാണ് ചെറുത്, പറിച്ച് കഴിയുമ്പോൾ, പറിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ പതുക്കെ പതുക്കെ എടുത്ത് ചുവടോടെ പറിച്ചെടുക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇങ്ങനെ കല്ലും ഉണ്ട് അതിൻ്റെ ഇടക്ക്. കല്ല് അതിൻ്റെ ചോട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമുക്കൊന്ന് വലിച്ചു നോക്കാം. വരുന്നുണ്ട് കേട്ടോ. വന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു ചുവട് ഇഞ്ചിയാണ് ഈ കാണുന്നത്. നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഇത്ര നമുക്കൊരു കുറച്ച് ദിവസത്തേക്കുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മതി. ഇനി വേറെ ചുവട് പറിക്കുന്നില്ല. വേറെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്, അത് പറിക്കുന്നില്ല. കണ്ടോ, അത്യാവശ്യം ഇഞ്ചിയില്ലേ. നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇതൊക്കെ ഒന്ന് പറിച്ച് കളയാം. ഇതെന്താണെന്നറിയാമോ, ഒരു കൈ കൊണ്ടാണ് ഈ പറിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഒരു കൈ മൊബൈലാണ് പിടിച്ചേക്കുന്നത്, ഒരു കൈ കൊണ്ടാണ് പറിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഒരു എടുക്കാനൊക്കെ ഒരു പാട്. കണ്ടോ, ഇത്ര ഇഞ്ചി നമുക്ക് കിട്ടി. ഇതെന്താണെന്ന് വെച്ചാൽ മുള്ളങ്കിയാണ്. മുള്ളങ്കിയുടെ പൂവാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഇതും ഉണ്ട് കേട്ടോ. വലുതായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, വലുതാണ്. പക്ഷേ ഒത്തിരി ഇഷ്ടമില്ല ഇത്. ഇതെന്തോ ഒരു ചൊവ, അതിൻ്റെ മണമൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിടിക്കുന്നില്ല. നല്ല ഗുണമുള്ള സാധനമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അധികം ഇത് ഇവിടെ കഴിക്കാറില്ല. അടുത്ത നമുക്ക് ഉള്ളി ഉണ്ടോയെന്നൊരു ഡൗട്ടായിരുന്നു. ഉണ്ടെന്ന് തോന്നണം കേട്ടോ. നാണക്കേട് വരുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ നാണക്കേട് വന്നില്ല. ചെറിയ കുറച്ച് ഉണ്ട് കേട്ടോ. ഇത് സവോള നട്ട് വെച്ചതാണ് നമ്മൾ. ഒരു ചെറിയ സവോള നട്ട് വെച്ചാണ്. നോക്കി, അതിന് നമ്മൾ 2-3 തവണ എടുത്ത് കറി വെച്ചു. അതിൻ്റെ ഇപ്പുറത്ത് പറഞ്ഞാൽ ഉണങ്ങി നിൽപ്പുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാലും ഉണ്ടേലും ഇല്ലേലും നിങ്ങളെ കാണിച്ചേക്കാന്ന് വെച്ച്. അതും ഒരു ചെറുതുണ്ട് കേട്ടോ. കണ്ടോ, അതും ഒരു ചെറുതുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. സവോള നമുക്കുണ്ടായി കിട്ടി. അപ്പോൾ സവോള നമ്മൾ നട്ട് വെച്ചാലും ഉണ്ടാവുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അതറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇതൊരു അതിൻ്റെ അടുത്ത് നിന്ന് വേറൊരു സവോളയാണ്. ഒത്തിരി ഒന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ മാന്തുന്നില്ല. നമുക്കത് കുഴിച്ചിട്ടേക്കാം. മൂടിയിടാം. കുഴിച്ചിടാനില്ല, മൂടിയിട്ടേക്കാം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത്ര സാധനം ഉള്ളി നമുക്ക് കിട്ടി. ഒരു ചവിട്ടിൽ നിന്നാണ് ഇഞ്ചി. ഇതാണ് നമ്മൾ ഇഞ്ചി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും ഇതെല്ലാം നമുക്ക് കിട്ടി. അന്നേരമാണ് ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്ന് ഓർത്തത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കപ്പളങ്ങ ഇത് കണ്ടോ. ഇത്രയും കപ്പളങ്ങ ഒരു ചെറിയ കമ്പയിലുണ്ടായിട്ട് ഒടിഞ്ഞു പോയി. ഇത് നമ്മുടെ രാവിലത്തെ ഒരു കാഴ്ചയാണ്. ഇതും കൂടെ കാണിച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നേരം വെളുത്ത ഒരു 8 മണി കഴിഞ്ഞുള്ള കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ്. 8 മണി ആയപ്പോഴൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് പിടിച്ച് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാം. ഇത് കാറിൻ്റെ പുറമൊക്കെ നിറച്ച് മഞ്ഞ് വീണ് കിടക്കുക. കണ്ടോ, ദൂരെയുള്ള അതൊക്കെ നന്നായിട്ട് കാണുന്നതാണ്. ഇതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബായ്.